തട്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു, കോടതി ജീവനക്കാരനായിരുന്ന ജോസ് എന്നിവർ നെടുമങ്ങാട് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരായി. പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകളെക്കുറിച്ച് അറിയില്ല എന്നിരുവരും കോടതിയെ അറിയിച്ചു. ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ തൊണ്ടിയായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചു എന്നായിരുന്നു കേസ്. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, വിവരങ്ങൾ. അമൃത, MLA ആന്റണി രാജു, ജോസ് എന്നിവർ ഇന്നാണ് പ്രോസിക്യൂഷന്റെ മുന്നിൽ ഹാജരായത്. പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകളെ കുറിച്ച് അറിയില്ലെന്നാണ് മറുപടി നൽകിയത്. കേസിന്റെ വാദം ഒക്ടോബർ 17 മുതൽ നടക്കും. ഇത്തരത്തിൽ 34 വർഷത്തോളം പഴക്കമുള്ള ഒരു കേസാണിത്. 1994 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ ഒരു ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത്. ഇതിൽ പ്രതിയായിട്ടുള്ള ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ വേണ്ടി തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചെന്നാണ് കേസ്. ഇതിലാണ് 12 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുകയും അതിൽ പല വർഷങ്ങളിലായി ഇതിൽ വാദപ്രതിവാദങ്ങൾ നടന്നു പോവുകയായിരുന്നു. ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകളെല്ലാം വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ ഈ MLA ആയിട്ടുള്ള ആന്റണി രാജു, അതുപോലെ തന്നെ ജോസ് എന്നിവർ ഈ തെളിവുകളിൽ യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. ഇതിനെപ്പറ്റി അറിയില്ല എന്നൊരു മറുപടിയാണ് നൽകിയത്. ഇവർ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഹാജരായിരിക്കുന്നത്. ഇത്തരത്തിൽ കേസിൽ 12 വർഷമെടുത്തു കുറ്റപത്രം സമർപ്പിക്കാൻ. ഒടുവിൽ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഈ കേസ് വീണ്ടും കോടതിയിലെത്തിയത്. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ വാങ്ങിയ ആന്റണി രാജു അത് വെട്ടി ചെറുതാക്കിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയതായിട്ടും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് ഈ കുറ്റങ്ങളായിട്ട് ചുമത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകളെല്ലാം ഇതൊന്നും അറിയില്ല, ഇതിൽ ഒരു മറുപടി നൽകിയത് ഇതിനെ പറ്റിയൊന്നും അറിയില്ല എന്നൊരു മറുപടിയാണ് നൽകിയത്. 17 മുതൽ ഇതിന്റെ വാദം തുടരും. അമൃത.